ടിസ്റ്റ് ടിസ്റ്റേ പിന്നെ ടിസ്റ്റടാ ദേ വീണ്ടും ടിസ്റ്റ് ടിസ്റ്റുണ്ട് ടിസ്റ്റുണ്ടേ ടിസ്റ്റടാ ടിസ്റ്റോട് ടിസ്റ്റടാ ടിസ്റ്റടാ ടിസ്റ്റ് 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 ടിസ്റ്റേ ടിസ്റ്റടാ 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 ടിസ്റ്റ്. എന്റെ പൊന്നു ചിത്തി ജോസഫെ, ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ. വെള്ളം കുടിക്കുന്ന സമയത്തെങ്കിലും എന്തെങ്കിലും ഒരു ടിസ്റ്റ് ഇടാതിരിക്കുക. വയ്യ, മടുത്തു. ഹലോ വ്യൂവേഴ്സ്, ടിസ്റ്റ്, ഒടുക്കത്തെ ടിസ്റ്റ് കണ്ട് ഞാൻ ടയേർഡായി പോയി. ടിസ്റ്റിൽ ഞെട്ടി ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ് ഗൈസ്. പറയുന്നത് നമ്മുടെ മിറാഷിനെ കുറിച്ചാണ്. ജിത്തു ജോസഫ് ഡയറക്റ്റ് ചെയ്ത മിറാഷ് എന്ന സിനിമയെ കുറിച്ചാണ്. സിനിമ ഇന്ന് കണ്ടു, ഇന്ന് റിലീസായിരുന്നു. ചുരുക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടൈം വാച്ചബിൾ, വേണമെങ്കിൽ വൺ ടൈം വാച്ചബിൾ, അത്രയേ ഉള്ളൂ. ജിത്തു ജോസഫിന്റെ ഇതുവരെ ഇറങ്ങിയ സിനിമകളിൽ വെച്ച് എനിക്ക് ഇതിന് ഒരു നല്ലൊരു കമന്റ് തരാൻ പറ്റില്ല. കാരണം അത്രയ്ക്കൊന്നും ഇല്ല സിനിമ. ഒരു വൺ ടൈം വാച്ചബിൾ ആണ്. സിനിമ തുടങ്ങിയത് മുതൽ ടിസ്റ്റിന്റെ കളി. ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ടിസ്റ്റ് ടിസ്റ്റ് ടിസ്റ്റ്. പണ്ട് ആൾക്കാർ മീനെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയാണ്. ടിസ്റ്റ് ടിസ്റ്റ് ടിസ്റ്റ്. നമുക്കൊന്ന് സ്ക്രീനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അടുത്തിരിക്കുന്ന ആൾക്കാരോട് എന്തെങ്കിലും ഒന്ന് കുശലം ചോദിക്കാനായിട്ട് ഒന്ന് അങ്ങോട്ട് പോയെന്ന് വെച്ചു, അല്ലെങ്കിൽ ഒരു പോപ്കോൺ എടുത്ത് വായിലിടാനായിട്ട് തുടങ്ങിയെന്ന് വെച്ചു, ആ ടൈം ഉണ്ടല്ലോ, സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കുന്ന പോപ്കോണിൽ നോക്കിയിട്ട് പോപ്കോൺ വായിലിടുന്ന ആ ടൈമിൽ അങ്ങേര് കൊണ്ടൊരു ടിസ്റ്റ് ഇടും. അപ്പൊ നമ്മൾ അത് പോപ്കോൺ ഒക്കെ യാന്ത്രികമായി എടുത്തിട്ട് വേണം. പോപ്കോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ കവറിലോട്ട് നോക്കി ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ സമയത്തായിരിക്കും സിനിമയിലോട്ട് ടിസ്റ്റ് വരുന്നത്. അപ്പൊ പിന്നെ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഥ മനസ്സിലാവില്ല. അങ്ങനെ ഒരു സിനിമയാണ് ഈ മിറാഷ് എന്ന് പറയുന്നത്. മിറാഷ് അതായത് യാഥാർത്ഥ്യമല്ലാത്ത ഒരു സംഭവം. അപ്പം സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹക്കീം ഉണ്ടല്ലോ, ഹക്കീം ഇതിനകത്ത് നല്ലൊരു ക്യാരക്ടർ ആയിട്ടുണ്ട്. ഹക്കീമിന്റെ വൈഫായിട്ടാണ് അപർണ ബാലമുരളി അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ഹക്കീമിനെ പെട്ടെന്ന് ഒരു ദിവസം കാണാതാവുകയും പിന്നെ അതിന്റെ വേണ്ടിയുള്ള ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ, ഒരു മിസ്റ്ററി ത്രില്ലറാണ്. ആസിഫ് അലി ഉണ്ട്, ഒരു ഓൺലൈൻ ജേർണലിസ്റ്റ് ആയിട്ട്, റിപ്പോർട്ടറൊക്കെ ആയിട്ട് ആസിഫ് അലി ഇതിൽ അഭിനയിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അപർണ ബാലമുരളി സിനിമ എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. ആസിഫ് അലിക്ക് അങ്ങനെ വലിയ ഒരു റോളായിട്ട് കൊടുത്തിട്ടില്ല. ഒരു മണ്ടൻ ക്യാരക്ടർ, ഒരു പൊട്ടൻ, ഒരു പഞ്ചപാവൻ ക്യാരക്ടറായിട്ടാണ് ആസിഫ് അലി ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആസിഫ് അലിക്ക് അങ്ങനെ ഒരുപാട് വലിയ ഒരു സ്ക്രീൻ സ്പേസ് ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ലോക പോലെ തന്നെ ഒരു ഹീറോയിൻ സിനിമ എന്ന് പറയാം. അപർണ ബാലമുരളിയാണ് ത്രൂ ഔട്ട് ഇതിൽ ലീഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹക്കീം അത്യാവശ്യം നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്ന ശ്രീനിവാസ്, അതുപോലെ ജിത്തു ജോസഫാണ്. അതുപോലെ ഈ സിനിമയുടെ എഡിറ്റ് ചെയ്തിരിക്കുന്ന വിനായക്, അതുപോലെ നമ്മുടെ സിനിമാറ്റോഗ്രാഫി സതീഷ് കുറുപ്പ് എന്നിവരാണ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് വിഷ്ണു ശ്യാമാണ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അറബിക് ടച്ച് ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ പേര് മിറാഷ് എന്നുള്ള ആ പേരും ഒരു അറബിക് ടച്ചാണ്. കാരണം മിഥ്യാധാരണ പരത്തുക. ഇപ്പൊ നമ്മൾ ഈ റോഡിലൊക്കെ പോകുമ്പോൾ ഈ ചൂടടിച്ചിട്ട് ആവി പൊങ്ങുമ്പോൾ അവിടെ വെള്ളം ഉണ്ടെന്നുള്ള ഫീൽ വരില്ലേ, നമ്മുടെ ഈ മരുഭൂമിയിലൊക്കെ മരുപ്പച്ച എന്ന് പറയില്ല, അതുപോലെ നമ്മൾ കാണുന്നത് അല്ല യാഥാർത്ഥ്യം എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഇപ്പൊ അവരൊരു കഥ പറഞ്ഞു വെക്കും, അത് നമ്മൾ ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങ് മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ സ്വരുക്കൂട്ടി വെക്കുമ്പോഴേക്ക് അതല്ല സംഭവം, മറ്റൊരു സംഭവമാണ് വരാൻ പോകുന്നത്. അങ്ങനെ ട്വിസ്റ്റുകളാണ് സിനിമയുടെ. തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാണ് കേട്ടോ സിനിമ. സെക്കൻഡ് ഹാഫ് തുടങ്ങിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ഫുള്ള് ഈ ട്വിസ്റ്റിന്റെ കളി. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ട്വിസ്റ്റ് കൂടിപ്പോയി. എനിക്ക് ട്വിസ്റ്റ് കണ്ട് തലവേദന എടുത്തു പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ഈ സിനിമയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഒരുപാട് മിസ്സിങ് വരും ഈ സിനിമയിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണക്ഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ചെയിൻ ഉണ്ടല്ലോ, ആ ചെയിൻ ചിലപ്പം ബ്രേക്ക് ആയി പോകും. അതുപോലെ ട്വിസ്റ്റുകളാണ്. എന്താണ് ഇതിന്റെ പുറകെ നടന്നത്, എന്താണ് അത് കഴിഞ്ഞ് നടക്കുന്നത്, ഇപ്പൊ കഴിഞ്ഞ ആ സംഭവം എന്താണെന്ന് നമ്മൾ ആലോചിച്ച് നമ്മുടെ തലച്ചോറിലോട്ട് കയറ്റുമ്പോഴത്തേക്ക് അടുത്ത ട്വിസ്റ്റ് വന്നു. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കണം. അങ്ങനെ ആലോചിച്ച് പോയി സിനിമ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കിളിപോയ അവസ്ഥയിൽ മിക്കവാറും എത്താൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പോലെ മ്യൂസിക്കിന്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. മ്യൂസിക് എനിക്ക് അങ്ങനെ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിസ്റ്ററി ത്രില്ലറാണ്. ഈ ത്രില്ലിംഗ് സിനിമയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണോ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമുണ്ട് കേട്ടോ. കുറച്ച് പല സ്ഥലങ്ങളിലും ആ മ്യൂസിക് BGM അങ്ങോട്ട് ഡൗൺ ആയി പോകുന്നുണ്ട്. കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു. കുറച്ച് ഒരു എന്താ പറയണ്ടേ, കുറച്ച് പവറുള്ളൊരു BGM കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി ഈ സിനിമ കണ്ടപ്പോൾ.
ഇനി നമ്മുടെ ഇതിനകത്ത് അഭിനയിച്ച ആൾക്കാരിലേക്ക് വരാം. അപർണ ബാലമുരളി അന്യായമായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് കൊടുത്ത വേഷം വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. കൂടുതൽ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. ക്ലൈമാക്സിലൊക്കെ നല്ലൊരു ഫൈറ്റ് സീനൊക്കെ അപർണ ബാലമുരളി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇമോഷണൽ രംഗങ്ങളൊക്കെ അത് കറക്റ്റായിട്ട് ആ ഒരു മീറ്റർ വെച്ച് അപർണ ബാലമുരളി വൃത്തിയായിട്ട് ചെയ്ത് ഫലിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആസിഫ് അലിയിലേക്ക് വരുമ്പോൾ ആസിഫ് അലി കൊടുത്ത വേഷം മാന്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്ര തകർപ്പനായിട്ട് ചെയ്യാൻ വേണ്ട ഒരു കാര്യങ്ങളൊന്നും ആസിഫ് അലിക്ക് ആ സിനിമയിൽ ഇല്ല. എന്നാലും കൊടുത്ത ഒരു ഇൻവെസ്റ്റിഗേറ്ററുടെ ഒരു ജേർണലിസ്റ്റിന്റെ റോളാണ് ഉള്ളത്. അപ്പൊ അത്യാവശ്യം വൃത്തിക്ക് സംഭവം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ഈ പറയുന്ന പോലെ ആസിഫ് അലിക്ക് വലിയ പെർഫോം ചെയ്ത് തള്ളിമറിക്കാനുള്ള വലിയൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒന്നുമില്ല. ഇതിനു മുൻപേ കൂമൻ വന്നപ്പോൾ, കൂമൻ നല്ലൊരു സിനിമയായിരുന്നു കേട്ടോ. കൂമൻ, ദൃശ്യം, മെമ്മറീസ് അതൊന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ തിയേറ്ററിലോട്ട് പോവുകയോ ചെയ്യില്ല. നിങ്ങൾക്ക് വൻ പരാജയമായിട്ട് ഫീൽ ചെയ്യുള്ളൂ ഈ സിനിമ. ഇത് ജിത്തു ജോസഫിന്റെ ഒരു സാധാരണ സിനിമയാണ്, വളരെ സാധാരണ സിനിമ. ഇപ്പൊ എടുത്തതിൽ വെച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഊഴം, അതുപോലെ തന്നെ എന്താ പറയണ്ടേ, ഈ ഊഴത്തിന്റെ ഒക്കെ ഒരു റേഞ്ച് വരുന്നത്, അത്ര റേഞ്ച് ഇല്ല, അതുപോലത്തെ ഒക്കെ നമുക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ തരാത്തൊരു മൂവിയാണിത്. ഒരു വൺ ടൈം വാച്ചബിൾ അത്രേ പറയാൻ പറ്റുള്ളൂ ഈ മൂവിയെ കുറിച്ച്. അതുപോലെ സിനിമയിലേക്ക് വരുമ്പോഴേക്ക് അപർണ ബാലമുരളിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ആസിഫ് അലിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഹന്ന റെജി കോശി എന്ന് പറഞ്ഞൊരു ആള്, ഒരു സ്ത്രീ കൂടി ഇതിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അവരും വളരെ ത്രൂ ഔട്ട് വേഷമുണ്ട്, അവർ വളരെ നന്നായിട്ടുണ്ട്. അപർണ ബാലമുരളിയെ പോലെ തന്നെ ഹന്ന റെജി കോശിയും വളരെ നന്നായിട്ട് ഇതിലെ വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ശരവണനുണ്ട്. ശരവണൻ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സമ്പത്ത്, തമിഴ്നാടൻ സമ്പത്തുണ്ട്. സമ്പത്തും ഒരു പോലീസ് ഓഫീസറുടെ റോളിലാണ്, അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ദീപക് പെരമ്പൂലുണ്ട്. ദീപക്കും വലിയ സംഭവമൊന്നുമില്ല, ഒരു പൊട്ടൻ ക്യാരക്ടറാണ്, വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം മെനക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ ജിത്തു ജോസഫ് സിനിമകൾ ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഒരാള് അഭിനയം മോശം വന്നിട്ട് അല്ലെങ്കിൽ അഭിനയിക്കാൻ അറിയത്തില്ലാത്ത ഒരാളെ കൊണ്ട് അഭിനയിപ്പിച്ച ഒരു സിനിമ പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ജിത്തു ജോസഫിന്റെ സിനിമകളിൽ എല്ലാവർക്കും, എല്ലാ ആർട്ടിസ്റ്റിനും നല്ലൊരു പിന്നെ എന്താ പറയുക, നന്നായിട്ട് പ്ലേസ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കറക്റ്റ് മീറ്റർ ചെയ്തിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഈ സിനിമയിലോട്ട് വരുമ്പോൾ അർജുൻ ശ്യാം ഗോപൻ, നമ്മുടെ ബിഗ് ബോസ് ഫെയിം ആയിട്ടുള്ള ആളാണ് ഇതിലൊരു റോൾ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലെ അഭിനയത്തെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മോശം അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹമാണ്, ഈ അർജുൻ എന്ന് പറയുന്ന ആൾ. ഒരു ഡ്രാമ, നമ്മൾ ഈ നാടകത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നാടകം കാണുന്ന ഒരു ഫീലാണ്. നാടകീയമായ ഒരു ഡയലോഗുകൾ, നാടകീയമായ അഭിനയങ്ങൾ, മുഖത്താണ് ഈ പറയുന്ന ഒരു വികാരഭാവങ്ങളും വരുന്നില്ല അദ്ദേഹത്തിന്റെ. ആദ്യത്തെ സിനിമ എന്നൊന്നും അദ്ദേഹത്തിന്റെ. എങ്കിലും ജിത്തു ജോസഫ് എന്തിന് ഈ വേഷത്തിലേക്ക് അദ്ദേഹത്തെ പരിഗണിച്ചു എന്ന് എനിക്കറിഞ്ഞൂടാ. പണ്ട് ബിഗ് ബോസിൽ പോയപ്പോൾ ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു ഒരു സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് ബിഗ് ബോസ് ടീമിലുള്ളവർക്ക്. ഇനി അതിന്റെ പേരിലാണോ കൊടുത്തതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഭയങ്കര മിസ്കാസ്റ്റ് ആയിരുന്നു ഈ അർജുൻ എന്ന് പറയുന്ന ആൾ. വളരെ വളരെ മോശമായിട്ടാണ് അഭിനയിച്ചത്. ഇത് അദ്ദേഹത്തിന് പറ്റിയൊരു പണിയല്ല. അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതോടെ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എങ്കിൽ നിലവിലെ അഭിനയം വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പണിയല്ല ഇത്. നിങ്ങൾക്ക് മോഡലൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോവാം. ആ മേഖലയിൽ നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആണ്. നിങ്ങൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബുദ്ധിയെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ സിനിമോട്ടോഗ്രാഫി ഇവർക്ക് അത്യാവശ്യം മോശമില്ലാതെ ചെയ്തിട്ടുണ്ട്. വലിയ തെറ്റൊന്നും പറയാനില്ല. നമ്മുടെ സതീഷ് കുറുപ്പാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എഡിറ്റിങ്ങും അത്യാവശ്യം നല്ല രീതിയിൽ വിനായക് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ മ്യൂസിക്കിലാണ് എനിക്ക് കുറച്ച് വീക്കായിട്ട് തോന്നിയത്. കാരണം ഈ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കാൻ അതുമായിട്ടൊരു സിങ്ക് ആവുന്ന പോലെ എനിക്ക് തോന്നില്ല. ത്രില്ലിങ് സീനുകളൊക്കെ, മിസ്റ്ററി സിനിമയാണ്, അപ്പോൾ കുറച്ച് ത്രില്ലടിപ്പിക്കുന്ന സീനുകളൊക്കെ വരുമ്പോൾ ആ മ്യൂസിക് മൂലം ആ സിനിമയുടെ ഒരു ഇമ്പാക്റ്റ് നഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്കൊരു ചെറിയ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പിന്നെ ഇതുപോലെ ഇതിന്റെ കഥ എഴുതിയിരിക്കുന്ന അപർണയാണ്. അപർണ താരക്കാട്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്ന ഒരു ലേഡി തന്നെയാണ്. സിനിമയിൽ ലീഡ് ചെയ്യുന്ന ഒരു ലേഡി റോളാണ്. അപർണ ബാലമുരളി, നമ്മുടെ ഇവരാണ്, ആരാണ്, അപർണ ബാലമുരളിയാണ്. അപ്പം അപർണ ബാലമുരളിയാണ്. അതുപോലെ കഥ എഴുതിയിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അത്യാവശ്യം നന്നായിട്ട് കഥയൊക്കെ ചെയ്തു വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഡയറക്ഷൻ വൈസ് വരുമ്പോൾ ജിത്തു ജോസഫിന് ഇതുവരെ കണ്ട സിനിമകളിൽ വെച്ച് അത്ര വലിയൊരു സംഭവം ഇതിന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. കാരണം ഇതങ്ങനെ
ഒരുപാട് ഈ സിനിമയുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വല്ലാത്തൊരു കിളിപോയ അവസ്ഥയാവും ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ട്വിസ്റ്റാണ്. പിന്നെ ഒരുപാട് തമിഴ് റിലേറ്റഡ് ആയിട്ടാണ് കേട്ടോ, തമിഴ് പശ്ചാത്തലമാണ് ഈ സിനിമ നടക്കുന്നത്. കോയമ്പത്തൂരാണ് കേട്ടോ, കോയമ്പത്തൂരാണ് ഈ കഥ മെയിനായിട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് തമിഴ് ഡയലോഗൊക്കെ ഉണ്ട്. പിന്നെ അതും ഈ തമിഴ് ഡയലോഗും അതുപോലെ തന്നെ ഇങ്ങനെ ട്വിസ്റ്റ് വന്നുകൊണ്ടിരിക്കുക. നമ്മൾ ചിന്തിക്കും ഇപ്പം ഇതാണ് നടക്കാൻ പോകുന്നത്, ഇതായിരുന്നു സത്യം എന്ന് പറയുമ്പോഴത്തേക്ക് അതല്ല മറ്റൊരു സംഭവം എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പം അങ്ങനെ ട്വിസ്റ്റ് ഇങ്ങനെ മാറി 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 വന്നു കഴിയുമ്പോൾ ഇപ്പം നമ്മുടെ തലച്ചോറ് ഒരുപാട് പണിയെടുക്കേണ്ടി വരും. തലച്ചോറ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകുന്ന ലക്ഷണം. കാരണം അമ്മാതിരി പുള്ളി സ്ക്രിപ്റ്റിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ എഴുതി വെച്ച ട്വിസ്റ്റുകളൊക്കെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ട്വിസ്റ്റുകളാണ് കേട്ടോ. അതാണ് നമ്മൾ ഈ ട്വിസ്റ്റുകൾ നമുക്ക് എപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ നമ്മൾക്ക് അറിയാം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. മിക്കതും ഒരു 90% പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ട്വിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ത്രില്ലിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പം ദൃശ്യത്തിലൊക്കെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഈ സംഭവങ്ങളാണ്, മെമ്മറീസ് ആണെങ്കിലും ഒക്കെ. പക്ഷെ ഇതിൽ നമുക്കെല്ലാം നമുക്ക് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയാണ് ഈ ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. അപ്പം കള്ളൊന്നും കുടിച്ചിട്ട് ആരും തിയേറ്ററിൽ പോയി കാണില്ല കേട്ടോ. സ്വബോധത്തോടെ പോയാൽ തന്നെ നമുക്ക് ഈ ടെസ്റ്റ് കാരണം ഭയങ്കര കൺഫ്യൂഷൻ ആകും. കള്ള് കുടിക്കുകയോ അല്ലെങ്കിൽ പാതിയോ ഉറക്കത്തിലോ അല്ലെങ്കിൽ ജസ്റ്റ് എന്താ പറയുന്നത് കഴിക്കാൻ, ചില ആൾക്കാരുണ്ട് കഴിക്കാൻ വേണ്ടി മാത്രം തിയേറ്ററിൽ പോകും, ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം. അവർ തിയേറ്ററിലോട്ട് കയറിയാൽ പിന്നെ ഒരു 10 കേസ് കൊക്കക്കോള, പിന്നെ അതുപോലെ പോപ്കോണ്, സാൻഡ്വിച്ച്, ഇതൊക്കെ കൊണ്ടാണ് കയറുന്നത്. സിനിമ തുടങ്ങുന്ന മുതൽ കഴിക്കലും തുടങ്ങും. അത് അടുത്തിരിക്കുന്ന ആൾക്കും ബുദ്ധിമുട്ട്, കുറുകുറാന്ന് ഒച്ച ഇട്ടിട്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പിടികിട്ടുള്ളൂ. കാരണം ട്വിസ്റ്റുകളാണ്, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളായിരുന്നില്ല പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ. പക്ഷേ ഈ ട്വിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ട്വിസ്റ്റുകളുമാണ് കേട്ടോ. അല്ലാതെ വലിയ സംഭവങ്ങളൊന്നുമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഒരു വൺ ടൈം വാച്ചബിൾ ആണ്. ജിത്തു ജോസഫിന്റെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ ദൃശ്യത്തിന് ശേഷം അങ്ങേര് ചെയ്ത പടങ്ങളുടെയൊക്കെ ആ ഗ്രാഫ് കുറഞ്ഞു വരികയാണ്. പക്ഷെ ലാസ്റ്റ് ചെയ്ത ആസിഫ് അലിയെ നായകനാക്കി ചെയ്ത കൂമൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമയായിരുന്നു കേട്ടോ. കൂമന്റെ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് ഞാൻ ഈ സിനിമയിൽ പോയത്. പക്ഷെ ഇത് അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല, എനിക്ക് തീരെ വർക്കൗട്ട് ആയിട്ടില്ല സിനിമ. ദൃശ്യം 2 വരുന്നുണ്ട്, ദൃശ്യം 3 വരുന്നുണ്ട്. അപ്പം ദൃശ്യം 3 വരുമ്പം ഈ ലെവലിലൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നതെങ്കിൽ വൻ പരാജയമായി പോകും. പക്ഷേ ദൃശ്യം 3യുടെ തിരക്കഥയും കാര്യങ്ങളും എല്ലാം ഡയറക്ഷൻ പ്ലസ് തിരക്കഥ അദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വിശ്വാസമുണ്ട്. പിന്നെ ഓൾറെഡി നമുക്കറിയാം അതിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ. ഇപ്പം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളൊരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു പ്രതീക്ഷ എനിക്കുണ്ട്. പക്ഷെ ഈ രീതിയിലാണെങ്കിൽ അത് വർക്കൗട്ട് ആകാൻ സാധ്യതയില്ല. നമുക്കൊരു കഥ അങ്ങനെയാണ്. കൂടുതൽ കഥയെക്കുറിച്ച്, ഈ സിനിമയെക്കുറിച്ച്, മിറാഷിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. കാരണം എവിടെ പറഞ്ഞാലും അത് സ്പോയിലറായി പോകും സിനിമ കാണാൻ പോകുന്നവർക്കൊക്കെ. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോകുന്നുണ്ടെങ്കിൽ സ്വബോധത്തോടു കൂടി മാത്രം പോവുക. 2 അടിച്ചിട്ട് പോകാമെന്ന് ആൾക്കാരൊക്കെ ഉണ്ട്, പോകാമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ. അങ്ങനെയൊന്നും പോയേക്കില്ല. ബാക്കിയുള്ളവർക്കും ഡിസ്റ്റർബൻസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സിനിമ ഒന്നും കണ്ടാൽ മനസ്സിലാകാനും പോണില്ല. പിന്നെ പാതി ഉറക്കത്തിലൊക്കെ പോകാതിരിക്കുക. നല്ല പിന്നെ തിയേറ്റർ നോക്കിയിട്ട് പോവുക, സൗണ്ട് സിസ്റ്റം ഒക്കെ ഉള്ള നല്ല തിയേറ്റർ നോക്കിയിട്ട് പോയിട്ട് കാണുക. കണ്ട് നിങ്ങൾ വിലയിരുത്തുക എന്താണ് സംഭവം എന്നുള്ളത്. ഇപ്പം ഇതെൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ് കേട്ടോ. ഇന്ന് ഒരുപാട് റിവ്യൂകളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഒരു ആവറേജ് മൂവി എന്നാണ് പറയുന്നത്. ഒരു ആവറേജ് മൂവി, അത്രയേ ഉള്ളൂ. അതിന് മേലെ ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. കാരണം ചെറിയൊരു പ്ലോട്ടാണ്, വലിയ സംഭവമായിട്ടൊന്നുമില്ല. ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്, ആസിഫ് അലിയുടെ ഉണ്ട്, പിന്നെ അപർണ ബാലമുരളിയുടെ ഒക്കെ ചെറിയ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മേലെ വെക്കാനായിട്ട് യാതൊന്നും തന്നെ ഈ സിനിമയിൽ കാണാനില്ല. വൺ ടൈം വാച്ചബിൾ, അത്രയേ ഉള്ളൂ.